എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നിവിടെ ഒരു കൺവെൻഷൻ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ സാഹചര്യം എന്താണോ എന്ന് ഇതിനകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മുഴുവൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും എത്ര കണ്ട് ഭീഭത്സമായ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ കാലയളവിൽ വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സന്ദർഭത്തിലാണ് ഹിന്ദു ഐക്യവേദി ഇതുപോലൊരു ജനകീയ കൺവെൻഷൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നടത്തുന്നത്. സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയൊരു കിരാത നിയമം എന്ന് പറയാവുന്ന ഒരു നിയമം, അതാണ് 1954 നെഹ്റു രൂപം കൊടുത്ത് 1995 അതിൻ്റെ ഭേദഗതിയോടുകൂടി വീണ്ടും അതിന് കുറെ കൂടി ദംഷ്ട്രങ്ങൾ, വിഷലിപ്തമായ ദംഷ്ട്രങ്ങൾ നൽകിക്കൊണ്ട് 2013 അത് കുറെ കൂടി ശക്തമാക്കിക്കൊണ്ട് വീര്യം കൂട്ടിക്കൊണ്ടുള്ള ഒരു നിയമമാക്കി. ആ നിയമം ഇന്ന് നമ്മുടെ മുഴുവൻ ഭാരതത്തിലും അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ നിയമത്തെ ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ബില്ല് അവതരിപ്പിച്ചു, വഖഫ് ആക്ട് 2024 എന്ന പേരിൽ. ആ ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് കേരളത്തിലും മുഴുവൻ ഭാരതത്തിലും നടക്കുന്നത്. ആ ബില്ലിനെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും അത് വീണ്ടും സമഗ്രമായ രീതിയിലുള്ള ഒരു ബില്ലാക്കി മാറ്റി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനും വേണ്ടി ഒരു JPC രൂപീകരിച്ചു. ആ JPCയുടെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വഖഫ് ആക്ട് ആണ്, വഖഫ് നിയമമാണ്. അത് നിയമം എന്ന ഭാഷയിൽ മാത്രം പറഞ്ഞാൽ പോരാ, അത് കരിനിയമം എന്ന ഭാഷയിൽ തന്നെ ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും മേലെ പ്രവർത്തിക്കുന്ന ഒരു ആക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ആക്ട് നിലവിൽ 1995 ഭേദഗതിയോടുകൂടി ഇപ്പൊ നിലവിൽ നിൽക്കുന്ന 2013 ഭേദഗതിയോടുകൂടി ഇപ്പൊ നിലവിലുള്ള വഖഫ് ആക്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊള്ള സംഘത്തെ പോലെ വഖഫ് ബോർഡിന് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാവിധ സാഹചര്യവും ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു കരിനിയമം. ആ കരിനിയമം നമ്മുടെ രാജ്യത്തിന്റെ സ്വതന്ത്ര പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് പോലും വഖഫ് ബോർഡിന്റെ കീഴിലാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ധിക്കാരം വഖഫ് ബോർഡിനെ വെച്ചു കൊടുത്തിരിക്കുന്നത് 1995 ഒരു ഭേദഗതിയാണ്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ ഒരു ഭേദഗതിയാണ്. ആ ഭേദഗതി ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്നത്, അതേപോലെ ഇനി നാളെ സുപ്രീം കോടതി ഇരിക്കുന്നത്, ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള പലതും നിലകൊള്ളുന്നതൊക്കെ വഖഫിന്റെ കീഴിലാണ് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം, അതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കർണാടകയിൽ 53 ചരിത്ര സ്മാരകങ്ങൾ വഖഫിന്റേതാണെന്ന് അവകാശം ഉന്നയിച്ചു. വിജയപുരിയിൽ 1500 ഏക്കർ ഭൂമി വഖഫിന്റേതാണെന്ന് പറയുന്നു. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമവും 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രവും വഖഫിന്റേതാണെന്ന് പറയുന്നു. ഇന്ന് കൊച്ചു കേരളത്തിൽ 600-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന മുനമ്പത്തിലെ 400 ഏക്കറോളം ഭൂമി വഖഫിന്റേതാണെന്ന് അവകാശവാദവുമായിട്ട് വരികയാണ്. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ മുഴുവൻ ഉന്നയിക്കാൻ വഖഫ് ബോർഡിനെ പ്രാപ്തമാക്കുന്നത്, ധിക്കാരം നൽകുന്നത്, ധാർഷ്ട്യം നൽകുന്നത് നിലവിലുള്ള വഖഫ് നിയമമാണ്. ആ വഖഫ് നിയമത്തിനെ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യത്തിനെതിരായി കേരളത്തിലെ നിയമസഭ രണ്ടു കൂട്ടരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിയമസഭ ഒരു പ്രമേയം പാസാക്കി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഏകകണ്ഠമായ പ്രമേയം. കേരള നിയമസഭയ്ക്ക് അങ്ങനെയുള്ള ചില കറുത്ത ഏടുകളുണ്ട്. കേരള നിയമസഭയ്ക്ക് അത്തരം ചില കറുത്ത ഏടുകൾ. അതിലൊന്നാണ് ഭീകരവാദ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട മദനിക്ക് വേണ്ടി ഏകകണ്ഠമായ പ്രമേയം പാസാക്കിയത്.
അതിലൊന്നാണ് ഈ നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അടിച്ചോടിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനെതിരായി നിയമസഭ പാസാക്കിയ ഏകകണ്ഠമായ പ്രമേയം. അതും കേരള ചരിത്രത്തിലെ നിയമസഭാ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായി നിലനിൽക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കറുത്ത ഏടാണ് ഇപ്പോ ഈ വഖഫ് നിയമത്തെ, നിലവിലുള്ള വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യുന്നതിന് എതിരായിട്ട് നിയമസഭ പാസാക്കിയിട്ടുള്ള ഏകകണ്ഠമായ പ്രമേയം. ഇതെല്ലാം ആരെ പ്രീണിപ്പിക്കാനാണ്? ആർക്കു വേണ്ടിയാണ്? ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ സംഘടിതമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രീണന രാഷ്ട്രീയമാണ്. പ്രീണന രാഷ്ട്രീയം, ഭരണഘടനയ്ക്കും മേലെ അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാപനം. മുനമ്പത്തെ ജനങ്ങളിപ്പോ സമരവേദിയിലാണ്. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അവരെല്ലാവരുടെയും 600-ഓളം വീടുകളെ മുഴുവൻ വഴിയാധാരമാക്കുന്ന ഒരു നിയമം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, അതിവിടെ സംസാരിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, എന്റെ കടമയിലേക്ക് ഞാൻ കടക്കാം. നമ്മുടെ രാജ്യം വില കൊടുത്തിട്ടുള്ളത് ഈ പ്രീണന രാഷ്ട്രീയത്തിന് ആണ്. നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടത് ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ്. ആ പ്രീണന രാഷ്ട്രീയം തുടങ്ങി വെച്ചതും അതിനെ രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ചതിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ മുസ്ലിം പ്രീണനത്തിന്റെ പരിണത ഫലമാണ് 1947 നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടത്. ആ പ്രീണന രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് സർക്കാരുകൾ തുടർന്നു വന്നത്. ഒരു ഹിന്ദു കോഡ് ബില്ലുണ്ടാക്കാൻ ഒരു വിഷമവും കാണിക്കാത്ത കോൺഗ്രസ് മുസ്ലിം വ്യക്തി നിയമത്തെ തൊടാൻ ധൈര്യം കാണിച്ചില്ല. കാരണം മുസ്ലിം സമൂഹം സംഘടിതമാണ്, അവിടെ അവരുടെ നിയമത്തെ തൊടാൻ പാടില്ല. 543 നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാൻ കോൺഗ്രസിന് വിഷമമില്ല. പക്ഷെ കാശ്മീരിന്റെ കാര്യത്തിൽ നെഹ്റുവിന് തടസ്സമായിരുന്നു. കാരണം കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. കാശ്മീരിൽ നിന്ന് നമ്മുടെ തലവേദനയായിട്ട് മാറുക. എത്രയെത്ര പ്രീണന നിലപാടുകൾ! ആ പ്രീണന നിലപാടുകൾ സ്വതന്ത്ര ഭാരതത്തിൽ തുടർന്നു വന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് നാം. വഖഫ് ആക്ടിലൂടെ കോൺഗ്രസ് പുലർത്തിയ ആ വിഭജന തന്ത്രത്തിന്റെ പരിണിത ഫലം. ഒരു കാര്യം അസന്നിഗ്ധമായി ഞാൻ കേരള സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അതേപോലെ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കോൺഗ്രസ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ. വഖഫ് ആക്ടിന്റെ പേരിൽ ഇനി ഒരു പാകിസ്ഥാൻ ഈ നാട്ടിൽ സൃഷ്ടിക്കാൻ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണ്. ഒരു വലിയ ദേശീയ ശക്തി ഈ വിഭജന തന്ത്രത്തെ ചെറുക്കാൻ കരുത്തുറ്റതായി ഈ നാട്ടിൽ വളർന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മതരാജ്യമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ആ മതരാജ്യത്തിനുള്ള തിട്ടൂരമാണ് വഖഫ് ആക്ടിലൂടെ നിങ്ങൾ നൽകുന്നതെങ്കിൽ അതങ്ങനെ അനുവദിച്ചു തരാൻ 47 മുമ്പുള്ള ഭാരതമല്ല ഇത്. 47 ശേഷമുള്ള ഭാരതം ഇത് ആണുങ്ങൾ ജീവിക്കുന്ന ഭാരതമാണ്, മറക്കണ്ട. അതുകൊണ്ട് ഈ വഖഫ് ആക്ട് ഭേദഗതി ചെയ്യണം എന്നല്ല സത്യത്തിൽ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഈ കരിനിയമം അങ്ങനെ തന്നെ റദ്ദാക്കണം എന്നാണ്. ഈ ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ്. ഈ ആക്ട് ജനകീയ വിരുദ്ധമാണ്. ഈ ആക്ട് ജനാധിപത്യ സ്വഭാവത്തിന് നിരക്കാത്തതാണ്. അതുകൊണ്ട് ഇത് അപ്പാടെ തള്ളിക്കളഞ്ഞ് ഏത് ഭൂമിയുടെ മേൽ ആഗ്രഹിച്ചാൽ അതിന് നോട്ടീസ് കൊടുത്ത് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു നിയമം. ഞാൻ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കുന്നത്, ഈ നിയമം ദേവസ്വം ബോർഡിന് ബാധകമാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വഖഫ് ബോർഡിന്റെ ഇപ്പൊ നിലവിലുള്ള നിയമം ദേവസ്വം ബോർഡിനും ബാധകമാക്കണം എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ വീടടക്കം ദേവസ്വം ബോർഡിന്റെ കയ്യിലിരിക്കും. വി ഡി സതീശന്റെ പെരുവാരത്തുള്ള ഭൂമി പെരുവാരത്തപ്പന്റേതായിട്ട് മാറും. കാരണം അതെല്ലാം ദേവസ്വം ഭൂമിയാണ്. ദേവസ്വം ആക്ട് വഖഫ് ബോർഡിന്റെ ആക്ടിന് തുല്യമായിട്ട് ദേവസ്വം ആക്ട് ആക്കി മാറ്റാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യാൻ പറ്റുമോ? ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ടിട്ടുള്ളത്. വഖഫ് ആക്ട് പോലെ ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചാൽ ആ ഭൂമി മുഴുവൻ ദേവസ്വം ബോർഡിന്റേതാകുമെന്നൊരു നിയമം കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന് കൊണ്ടുവരാൻ എന്റെ ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ചെയ്യാനുണ്ടോ? അതുകൊണ്ട് ഞങ്ങളിത് പറയുന്നത്, ഈ നിയമം റദ്ദാക്കി സാധാരണ തരത്തിലുള്ള ഒരു നിയമം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴെ പ്രവർത്തിക്കുന്ന
ട്രിബ്യൂണലിന്റെ വിധി അന്തിമമല്ലാതെ അപ്പീൽ കോടതിക്കും കൈകടത്താൻ കഴിയുന്ന പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിക്കും ആക്സസ് ഉള്ള ഒരു നിയമ സംവിധാനത്തിലേക്ക്, ആക്ടിലേക്ക് വഖഫ് ബോർഡിന്റെ ആക്ട് കൊണ്ടുവരികയും ഈ രാജ്യത്ത് 9.5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ നിലവിൽ. ഈ നിയമം പാസാക്കിയതിനു ശേഷം 6 ലക്ഷം ഏക്കർ ഭൂമിയാണ് വർദ്ധിപ്പിച്ചത് വഖഫ് ബോർഡ്. 6 ലക്ഷം ഏക്കർ ഭൂമി. അതെല്ലാം ഇവിടെ പറയട്ടെ. ഞാൻ പറയുന്നത് ഈ ആക്ട് റദ്ദാക്കിക്കൊണ്ട് ഇതിന് ഒരു വലിയ ഇന്ത്യയുടെ ചരിത്രത്തില് ഇപ്പോ ഒരു അശനിവാദം പോലെ നമ്മുടെ എല്ലാം മേലെ നിൽക്കുന്ന ഈ ആക്ട് റദ്ദാക്കുക, പകരം സാധാരണ മറ്റ് സ്ഥാപനങ്ങൾക്കുള്ള പോലെ ഭരണഘടനയ്ക്ക് കീഴെ പ്രവർത്തിക്കുന്ന ഒരു ആക്ടായിട്ട് ഇത് മാറണം. അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാവണം.